ஊரு சிங்காரி சிங்கப்பூர் வந்தாளா நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் மன்மதன் வந்தானா நம்ம சங்கதி சொன்னானா மன்மதன் வந்தானா நம்ம சங்கதி சொன்னானா நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் பாலாடை போலாடும் பாப்பா எப்போதும் நான் சொன்ன கேட்பா ராஜாவை பார்க்காமல் ரோஜா ஏமாந்து போனாலும் லேசா நான் நாளை வச்சு தேதி வச்சு ஊரு விட்டு ஊரு வந்து நீ இன்றி போவேணும் சம்போ நான் 3 மெத்தை வீடு கட்டி மாடி மேல ஒன்ன வச்சு பார்க்காமல் போவேணும் சம்போ மன்மதன் வந்தானா நம்ம சங்கதி சொன்னானா மன்மதன் வந்தானா நம்ம சங்கதி சொன்னானா நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் நடி போட்டு நீ வந்தால் தாளம் சுகமான உன்மேனி பாடல் இதில் என்ன இனிமேலும் மூடல் அந்த தேவனுக்கு நீயும் சொந்தம் தேவனுக்கு நானும் சொந்தம் பூலோகம் தாங்காது வாமா நம்ம காதலுக்கு ஈடு சொல்ல காவியத்தில் யாரும் இல்லை நான் ஒன்று நீ ஒன்று தாமா மன்மதன் வந்தானா நம்ம சங்கதி சொன்னானா மன்மதன் வந்தானா நம்ம சங்கதி சொன்னானா நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் பொட்டு வச்சு பூ முடிச்சு நின்னாளாம் എന്താ നിന്റെ ആറ്റിറ്റ്യൂഡ് സ്റ്റൈല് ആ മുടി ഒന്നുകൂടെ പൊക്കിക്കേ ഇതെന്താ എനിക്ക് തന്നെ തന്നെ ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ തന്നതാണ് ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഓക്കെ ചോദിച്ചു നോക്കാം നമുക്ക് ഓക്കെ ചേച്ചി ബദ്രി ഓ മാം സൂപ്പർ ഡൂപ്പർ താങ്ക് യു മാം തക്കതിമി സൂപ്പർ ആയിരുന്നു മോനെ താങ്ക് യു കാരണം ഞാൻ ബദ്രിയിൽ നിന്നും ഇങ്ങനെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചില്ല താങ്ക് യു ബദ്രി ഇടയ്ക്ക് മാറി വരും ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ നമ്മളൊക്കെ ഞെട്ടി ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതാ ബദ്രി ഈ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയാ സാധിച്ചത് ഇത് എനിക്ക് ഷാഹുലേട്ടനാണ് പഠിപ്പിച്ചത് എന്താണ് ഒരു ഗ്രേസ് ഒക്കെ ഭയങ്കര ഓ ഫ്ലെക്സിബിൾ ബോഡി താങ്ക് യു മാം കിഡിലായിട്ട് ഡാൻസ് കളിച്ചു ബദ്രി ഡാൻസ് പഠിച്ചിട്ടില്ലേ ഇല്ല സിനിമാറ്റിക് ഒന്ന് ഒരു വർഷം അങ്ങോട്ട് പഠിച്ചു സിനിമാറ്റിക് പഠിച്ചിരുന്നു എല്ലാരും ഒന്ന് ഒരു വലിയ കൈയടി കൊടുത്തു ബദ്രിക്ക് താങ്ക് യു എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് ആ സിനിമയിൽ അങ്ങനെയുണ്ടോ ഈ മുടി ഇങ്ങനെ ആക്കിയത് അല്ല രജനീകാന്തിനെ രജനി സാറിനെ അനുകരിച്ചതാ പടത്തിൽ അങ്ങനെയാണോ പടത്തിലെ അങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചു ഇനി ബദ്രിയുടെ മുടി ബദ്രി ശരിയാക്കിയതാണോ അതിപ്പോ ഇങ്ങനെ താഴോട്ട് കിടക്കൂലേ അപ്പൊ ഒരു സ്റ്റെപ്പ് ആവട്ടെ ഓഹോ
എല്ലാരും ഇങ്ങനെ അനുകരിക്കും കൈന്നിട്ട്. ഓർക്കണല്ലേ? ശരിയാണല്ലോ. നമ്മള് രണ്ടാമതൊക്കെ ചെയ്യിച്ചു തന്നിട്ട്. അയ്യോ ഞാൻ കണ്ടിട്ടില്ല. അവൻ ചെയ്യും നന്നായിട്ട്. ഈ പാട്ടിന്റെ കൂടെ ചെയ്യാൻ പറ്റുമോ? ഈ പാട്ട് നസീർ സാർ ആണെങ്കിൽ എങ്ങനെ? അവന് കിട്ടി, ഐറ്റം അവൻ റെഡിയാ. അവൻ റെഡിയാ. 2, 3, 4. நம்ம ஒரு சிங்காரி சிங்கப்பூர் வந்தாளாம், பொட்டு வச்சு பூ முடிச்சு நின்னாளாம், பொட்டு வச்சு பூ முடிச்சு நின்னாளாம். ஆஹா மன்மதன் வந்தானா, நம்ம சங்கதி சொன்னானா, மன்மதன் வந்தானா, நம்ம சங்கதி சொன்னானா. நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தாளாம், பொட்டு வச்சு பூ முடிச்சு நின்னாளாம், பொட்டு வச்சு பூ முடிச்சு நின்னாளாம். സൈഡിലെ ഷീലാമയും ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു. നൈസായിട്ട് ചെയ്തല്ലേ? എങ്ങനെ ഈ കഴിവുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചത്? ഞാൻ ശരിക്കും ബദ്രി അല്ലേ ഔസേബ് സാർ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബദ്രി ഇതിനു മുമ്പ് പല പാട്ടുകളൊക്കെ പാടി ഡാൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ പാട്ട് ഗംഭീരതിന്റെ പിന്നിൽ എന്താ സംഭവം എന്നറിയോ? ഇതാണ് ശരിക്കുള്ള ബദ്രിയുടെ സ്വഭാവം. ബദ്രി ശരിക്കും ബദ്രിയുടെ ഒറിജിനലാണ് ഇവിടെ വന്നത് അല്ലേ? ലൈഫിൽ മൊത്തം ഇങ്ങനെയല്ലേ? ഈ ഒരു സ്റ്റൈലാണ്. കണ്ട, അതാണ്. അപ്പൊ നമ്മളിപ്പോൾ അന്വേഷിച്ച് നടന്ന ശരിക്കുള്ള ബദ്രി ഇതാണ് ബദ്രി. നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും ബദ്രി സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡിഫറൻസ്. അതെ, ഒരു ഡിഫറെന്റ് ബദ്രീനെ ഞാൻ ഇന്ന് പെർഫോം ചെയ്യുന്ന കണ്ടു. താങ്ക് യു മാം. സൂപ്പർ സെലക്ഷൻ. MSV സാറിന്റെ പാട്ട് ഇത് ഞാനാ സെലക്ട് ചെയ്തത്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ വേണം. അതെ, അതുകൊണ്ട് ഞാനത് പറയും. ഗ്രൂമേഴ്സ് അല്ല, ഞാൻ പാട്ട് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോ അയച്ചു കൊടുത്തു, ഗ്രൂമേഴ്സിന് അയച്ചു കൊടുത്തപ്പോ അവരപ്പൊ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അതെ, എന്തൊക്കെയായാലും നല്ല സെലക്ഷൻ മക്കളെ. പാട്ടും ഗംഭീരായിരുന്നു. എനിക്ക് ഈ ചില സ്ഥലത്ത് മാത്രം എക്സ്പ്രഷൻസ്, ഡൈനാമിക്സ് കൂടിയ മാതിരി തോന്നി. ഇങ്ങനത്തെ സാധനല്ലേ, അത് കുറച്ചുകൂടി ഒന്നൊരു എന്താ പറയാ, അതിനൊന്നും കൂടെ നന്നായി വൃത്തിയായിട്ട് മോഡുലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. കാരണം ചിലത് ഈ കുട്ടികളെ പോലത്തെ ഒരു സംഗതി. അത് ഇപ്പൊ നമ്മള് വരുന്നില്ലേ, അതിനെ ഒരു മെയിലിഷ് ആക്കിയെടുക്കണം. അതായത് ഒരു അഡൾട്ട് മെയിൽ, ആ ഒരു രീതിക്കൊന്ന് ചിന്തിക്കണം. കാരണം മോൻ അസലായി പാടുന്നുണ്ട്, എല്ലാം ഗംഭീരായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഓവർ എക്സൈറ്റ്മെന്റിൽ ചില സംഗതിയല്ല, അതിന് എക്സ്പ്രഷൻ എന്ന് തന്നെ പറയാം. ആ എക്സ്പ്രഷൻ ചിലപ്പോൾ ഓവറായി പോകും. ഇപ്പോൾ MSV സാറിന്റെ തന്നെ என்னடி ராக்கம்மா பல்லாக்கின் இடிப்பு என் நெஞ்சே குலுங்குதடி, சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சான இழுக்குதடி, அடி என்னடி ராக்கம்மா பல்லாக்கின் இடிப்பு என் நெஞ்சே குலுங்குதடி, சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சான இழுக்குதடி. ഇതിനെ ഇപ്പം നമുക്ക് എന്നടി രക്കമ്മ വല്ലാക്ക് എന്ന് പാടുമ്പോൾ അതിനൊരു ഓവർ ആയിട്ടുള്ള എക്സ്പ്രഷനാണത്. ഒരു പാട്ടിന് അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു എക്സ്പ്രഷൻ ലിമിറ്റ്. അല്ലെങ്കിൽ മോനത് മോൻ്റെ ഒരു മെയിലിഷ് അഡൾട്ട് രീതിയിൽ അത് എടുത്തു കൊണ്ടുവരണം. ആ ഒരു ഫീൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പം അത് കുറച്ചൊരു അതിൻ്റെ ലിമിറ്റിൽ നിന്നും അത് എക്സ്ട്രാ പോകുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളൊരു സാധനത്തിലേക്ക് നോക്കും. അപ്പം അതൊന്ന് ആ ഒരു എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഈ പാട്ട് നന്നായി പാടി, പെർഫോമൻസും സൂപ്പറായിരുന്നു. അപ്പം ഇതിൽ ചില ഭാഗങ്ങൾ മാത്രം ഒന്നൊരു മോഡുലേഷൻ, ഡൈനാമിക്സ് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അതർവൈസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു ചേച്ചി. ശരത് സർ, നല്ല സെലക്ഷനടാ. താങ്ക് യു സർ. നല്ല കാര്യം നമ്മൾ എല്ലാ സ്ഥലത്തും. പക്ഷേ ഈ പാട്ടൊക്കെ തമിഴ്നാട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ ഇത് കമ്പൽസറി ആയിട്ട് പാടുന്നൊരു പാട്ടാണ് കേട്ടോ. അത്രയ്ക്ക് ഭീകര ഹിറ്റാണ്. കാര്യം ഇത് മോൻ പാടുമ്പോഴും ഇത് ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? MSV സാർ തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഞാനിപ്പോൾ അണ്ണാച്ച എടുത്ത് അദ്ദേഹത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുകയും ചെയ്തു. മക്കളെ, ചക്കരെ, പഞ്ചാര, ലഡ്ഡു, വേറെന്തൊക്കെ വിളിക്കടാ, ഗുലാബ് ജാമുൻ. ശരി, നിന്നെ കാണാൻ മൊത്തത്തിൽ ഒരു ചന്തമുണ്ട്. ഒരു കൊച്ചൊരു ഗുണ്ടാ സെറ്റപ്പിൽ അങ്ങ് നിൽക്കുക. ഇതാണ് ഈ മഞ്ഞ സാധനം കഴുത്തി. ഇത് അങ്ങനെ ഉണ്ടോ പടത്തില്? ഒരു തെലുങ്ക് പട ഫീല്. മോനെ നന്നായിരുന്നടാ.
താങ്ക് യു സർ. നന്ദൻ. എനിക്ക് ആകപ്പാടെ ഒന്നും ഒരു തോന്നിയ ഒരു ചെറിയ ഒരു ക്ലാരിറ്റി കുറവും. പിന്നെ ഈ അനുപല്ലവിയിൽ അതല്ല ഈ പല്ലവിയിൽ മന്മഥൻ വന്ദാന ഒന്ന് ആ പോർഷൻ ഒന്ന് പാടിക്ക മാൻ. மன்மதன் வந்தானா நம்ம சங்கதி சொன்னானா மன்மதன் வந்தானா മന്മഥൻ വന്ദാന ആ നാ കേൾക്കണം, ബാക്കി കേൾക്കരുത്. மன்மதன் வந்தானா അല്ല അത് മൊന്നാ പാടുന്നത്. മന്മഥൻ വന്ദാന மன்மதன் வந்தானா അത് മോനെ എല്ലാം അങ്ങനെ ഇരിക്കുക. മന്മഥൻ വന്ദാന എന്നാ പാടുന്നത്. മന്മഥൻ വന്ദാന നാ നാ. നാ ആ അത് ഇത് പിടിച്ചോണം എപ്പോഴും കേട്ടോ. കാരണം അത് അത്ര രസമായിട്ടാ ബാലോണം പാടിയേക്കുന്നത്. പിന്നെ ആ സാധനം പാർക്കാമൽ റോജ അതൊന്ന് പാടാമെന്ന് കുറച്ച് കൃത്യമായിട്ട്. பாலாடை போலாடும் பாப்பா எப்போதும் நான் சொன்ன கேட்பா ராஜாவை பார்க்காமல் ரோஜா. അതൊക്കെ കൊള്ളാം. അതൊക്കെ കൊള്ളാടാ ചക്കരെ. വേറൊന്നുമില്ലടാ, നീ നന്നായിട്ട് തന്നെ അത് ആ പപ്പരപ്പം പിപ്പിരിപ്പി ഒക്കെ ഉഗ്രായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. എനിക്ക് ആകെ ഇഷ്ടപ്പെടായിരുന്നു മോനി അവസാനം കാണിച്ച ആ ഒരു ആക്ട് ഉണ്ടല്ലോ അവിടെ പോയിട്ട്. അതെന്താ ഇഷ്ടപ്പെടാൻ? അതിനെ അത് എനിക്ക് അത്ര ബോധിച്ചില്ല അത്. ബൈ. ആ എനിക്ക് ഇഷ്ടം. എനിക്ക് നീ എന്റെ ഡാർലിംഗ് അല്ലേ. എന്റെ ഡാർലിങ്ങിനെ കൊണ്ട് വല്ലവരും പൂ കൊടുത്താലും Possessive ആയതാ. ആ പിന്നല്ലാണ്ട് ഐ ആം സോ പൊസസീവ്. മകളെ ചക്കര അതൊക്കെ കൊള്ളായിരുന്നടാ, അതൊക്കെ നന്നായിരുന്നു. മൊത്തത്തിൽ നന്നായി നീ ചെയ്ത ഡാൻസ് ഒക്കെ. സൂപ്പർ. ഇപ്പം നസീർ സാറിനെ കാണിച്ചത് ഞാൻ ഈ ഓവറാക്കി, ഈ ചിലർ ഈ ഓവറാക്കുമല്ലോ, അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സത്യമാഷിനെയൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ബോറാക്കുന്നത്. അവരൊക്കെ മഹാന്മാരായിട്ടുള്ള മനുഷ്യരാണ്, അതുപോലെ അഭിനേതാക്കളുമാണ്. അപ്പോൾ അവരങ്ങനെ ഓവറാക്കരുത്. പക്ഷേ ഇച്ചിരി ഓവറായില്ലെങ്കിൽ മിമിക്രി ഫലിക്കത്തുമില്ല. അതുകൊണ്ട് അവരിച്ചിരി കുറച്ചും കൂടെ നാടകീയമാക്കിയാലേ അത് ഏക്കത്തുള്ളൂ. then അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ എല്ലാ മിമിക്രി കലാകാരന്മാരും നീണാൽ വാഴട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ, ബച്ചൻ സർ. ബദ്രി ഓ സാർ. സൂപ്പർ. താങ്ക് യു സർ. ഞാൻ ഒരിക്കലും ബദ്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചില്ല. അണ്ണാച്ചിക്ക് ഒരു ഇരുട്ടടി കിട്ടിയോണോ ആയിപ്പോയത്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു പെർഫോമൻസ്, പാട്ടൊക്കെ ഗംഭീരമായിട്ട് പാടി. ആ പാടിപ്പിച്ച സ്ഥലമൊക്കെ ആ ഒരു എക്സ്പ്രഷൻ മാത്രമേ പ്രശ്നമുള്ളൂ. ഇൻ ബിറ്റ്വീൻ പപ്പ പപ്പ അതൊക്കെ പറഞ്ഞ നല്ല സൂപ്പർ, നല്ല പെർഫെക്റ്റ് പിച്ച്. താങ്ക് യു സർ. ഒരു സ്ഥലം മാത്രം ഞാനൊന്ന് ഇവരാരും ഞെട്ടിയിട്ടുണ്ടാവണം എല്ലാവരും. നല്ല ഒരു ഭരതനാട്യം കളിക്കുന്ന പോലെ ഒരു സിത്താർ വിറ്റ് ഇവിടെ വായിച്ചു അത്. അപ്പൊ നീ എന്തോ ഒരു ജിംനാസ്റ്റിക്കിൽ പോയിട്ട് എന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം? സിത്താറെടുത്ത് വെളി കളഞ്ഞതായിരിക്കും. ഇതായിരിക്കും. അതെന്നല്ല, നീ ഇങ്ങനെ പിന്നിലേക്ക് പോയിട്ട് മുമ്പിലേക്കൊക്കെ. അതെന്താണത്? അത് വീഴാൻ പോകുന്ന ടൈപ്പ് സ്റ്റെപ്പാ. പക്ഷെ വീടില്ല. സിത്താറ് വായിക്കുമ്പോഴാണ് വീണയായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഒരു ലോജിക് അവൻ താഴെ വീണ. കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു പാട്ട്. പെർഫോമൻസ് ആണ് അടിപൊളി. പാട്ടിനും ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല കേട്ടോ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിലൊക്കെ ഞാൻ വയലിൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും വായിക്കും. വയലിൻ വായിക്കാനില്ലെങ്കിലും വിളിക്കും, ഞങ്ങൾ പോയിരിക്കും. കഴിയുമ്പോ കാശും വരും. പേയ്മെന്റ് ഉണ്ട്. അതൊരു ടീമാ. ആ പെർമനന്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വിളിക്കും. ചിലപ്പോ ഒരു തമ്പുര് മാത്രമേ ചിലവ് ആവശ്യം വരുള്ളൂ. പക്ഷെ ബാക്കി ടീമൊക്കെ വരും. എല്ലാവർക്കും പേയ്മെന്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ റെക്കോർഡിംഗ് സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അന്ന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഭയങ്കര അൾട്രാ മോഡേൺ ട്രെൻഡിങ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് രജനീകാന്തിന്റെ പടം ഇറങ്ങിയതാണ് എന്നെത്താൽ എനിക്ക്. ഓക്കെ, താങ്ക് യു ഫോർ ദ സോങ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ബദ്രി സൂപ്പർ. നല്ല കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് നല്ല മാർക്സ് ആണെന്ന് നോക്കാം. ഓക്കെ ചേച്ചി. ഭദ്രിക്ക് 8.9 അല്ല 9. 9 വെറും 9 ആണോ? 8.9 ആണ്. ഓക്കെ 9.0. ഓക്കെ ശരത് സർ.
ബദ്രി ഓ സാർ. ബദ്രിക്ക് 7.2 അല്ല 9. താങ്ക് യു സാർ. സർ 0 അല്ല. അല്ല ഇട്ടിട്ടുണ്ട്. ഓക്കെ ബദ്രി, സോ ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. Thank you. ഓക്കെടാ, ഐ ലവ് യു. Love you too. താങ്ക് യു. Ni pa ma ga sa sa